ഗൈസ്, നമ്മൾ വന്നിട്ട് ചായ ഉണ്ടാക്കുകയാണ്. പാൽ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല സ്ട്രോങ് ചായ വേണമേ. അപ്പം ഇങ്ങനെ ആരാ ഇങ്ങനെ സംസാരിക്കാമെന്ന് കാണുന്നവർക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കിക്കോളിട്ടോ. നല്ല സ്ട്രോങ് ചായ വേണം. പാൽ ചായ അടിക്കുമ്പോൾ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. ആർക്കൊക്കെ ഉണ്ട് അങ്ങനത്തെ രീതി. അതെ, ആവി വന്നിട്ടേ കാണാനില്ലല്ലോ. നോക്ക് മക്കളെ, നോക്ക്, നല്ല ചൂടുള്ള പാൽ ചായ. നോക്ക് മക്കളെ, നോക്ക് മക്കളെ, നോക്ക്. ചായ കുടിക്കുമ്പോൾ കുറച്ച് സ്ട്രോങ് ഉള്ള ചായ കുടിക്കണം, എന്നാലേ നമുക്ക് സ്ട്രോങ് ആയിരിക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. പിന്നെ ചായക്ക് ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റാണ്. ഈ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടപ്പെടാൻ കാരണമുണ്ട്. അതൊരു ചെറിയ സ്റ്റോറിയാണ്. എന്താ വെച്ചാൽ ബിസ്ക്കറ്റ് ഫസ്റ്റ് ടൈം കഴിക്കുന്നത് 7th പഠിക്കുമ്പോഴാണ്. നമുക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു, സുജാത ടീച്ചർ. അപ്പോൾ ഞങ്ങൾക്ക് മലയാളം എടുത്തിരുന്നത്. അപ്പോൾ മാം അതുപോലെ ഈ സാധനം കഴിച്ചിട്ട് മാമിന് ഇഷ്ടമായിട്ട് മാം വാങ്ങിച്ചതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും, ക്ലാസ്സിലുള്ള എല്ലാവർക്കും 10-32 കുട്ടികളുള്ളതിൽ എല്ലാവർക്കും കൂടെ ഞങ്ങൾക്കും കൂടെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് മാം ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് ഞങ്ങൾക്ക് എല്ലാവരും കൂടി കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാം ഫസ്റ്റ് ടൈം കൊടുന്ന് തന്നപ്പം ഒരെണ്ണം നമ്മൾ കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം അത്രയും പേർക്ക് എത്തണമെന്ന് അത്രയും വലിയ പാക്കറ്റും അല്ല തോന്നുന്നുണ്ട്, കറക്റ്റ് ഓർമ്മയില്ല. ഇതിലും ചെറിയ പാക്കറ്റായിരുന്നു. അപ്പം എന്താ പറയുക, ഇത് ഒരെണ്ണം മുഴുവനായിട്ട് കിട്ടുമോ ഇല്ല എന്നുള്ള ഓർമ്മയില്ല. ഒരെണ്ണം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു കഷ്ണേ കിട്ടുള്ളൂ. അപ്പം അന്ന് തൊട്ടിട്ട് മനസ്സിൽ കയറിക്കൂടി ഒരു സാധനം ഇട്ടത്. അന്നൊന്നും പിന്നെ പേരൊന്നും ഓർമ്മയില്ല. മാം തന്ന് ബിസ്ക്കറ്റ് തന്ന്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും പേര് ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ ഏതോ ഷോപ്പിൽ പോയപ്പോൾ ഇതുപോലെ പാക്കറ്റ് കണ്ടപ്പോൾ മനസ്സിലായി. അന്ന് അതിൻ്റെ പേര് ഹൈഡ് ആൻഡ് സീക്ക് ആണെന്നുള്ള ഇതൊന്നുമില്ല, ഓർത്ത് വെച്ചിട്ട് വാങ്ങിക്കുക അങ്ങനത്തെ ഇതൊന്നുമില്ല. പിന്നെ പോയപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഷോപ്പിൽ ചെന്നപ്പോഴാണ് ആ സാധനമാണെന്നുള്ളത് മനസ്സിലായിട്ട് അന്ന് തൊട്ട് പിന്നെ ഈ സാധനം ഒഴിവാക്കാൻ പറ്റാതെ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. സോറി, കഴിക്കാത്തവരുണ്ടെങ്കിൽ ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ അന്ന് മാം കഴിച്ചിട്ട് മാമിന് ഇഷ്ടമായപ്പോൾ നമുക്ക് കൂടുതൽ കാണിച്ച മനസ്സുണ്ടല്ലോ, അതുപോലെ ആയിരിക്കണം ഓരോ ടീച്ചേഴ്സും. അപ്പോൾ അന്ന് നമ്മൾ സ്വന്തം മക്കൾ പോലെ കണ്ടിട്ട് നമുക്ക് മാം അത് കൂടുതൽ ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.